റൊസാരിയോയുടെ തെരുവിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ ഇതിഹാസമെന്ന ഖ്യാതിയിലേക്ക് ഉദിച്ചുയർന്ന അർജന്റീനൻ നക്ഷത്ര രാജകുമാരൻ ലിയോ മെസ്സിക്കായാണ് ഇത്തവണ ദി ഫൈനൽ വിസിൽ എപ്പിസോഡ് സമർപ്പിക്കുന്നത്. ഖത്തർ ലോകകപ്പിൽ കിരീടം ചൂടി മെസ്സി ബൂട്ടഴിക്കുമെന്ന് കരുതിയവർ ഏറെയാണ്. സ്വപ്നതുല്യമായ കരിയറിന്റെ അവസാന ഏടുകളിലേക്ക് നീങ്ങുകയാണ് അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. ഈ അവസരത്തിൽ മെസ്സിയുടെ കരിയറിലെ പ്രധാന സംഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇവിടെ. ബാഴ്സലോണയിൽ അരങ്ങേറി വണ്ടർ കിഡായി തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മെസ്സിക്ക് പരിക്കിനെ തുടർന്ന് ഏതാനും നാൾ കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. എങ്കിലും 2006 ജർമ്മൻ ലോകകപ്പിനുള്ള അർജന്റീനയുടെ ദേശീയ ടീമിലേക്ക് മെസ്സിയെ ഉൾപ്പെടുത്തുകയുണ്ടായി. ലോകകപ്പിൽ ഐവറി കോസ്റ്റിനെതിരായ അർജന്റീനയുടെ ആദ്യ മത്സരം മുഴുവൻ മെസ്സിക്ക് സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷേ സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോയുമായി നടന്ന രണ്ടാം മത്സരത്തിൽ അവസാന 16 മിനിറ്റുകളാണ് മെസ്സി കളത്തിലിറങ്ങിയത്. ഈ ചുരുങ്ങിയ സമയം മാത്രം മതിയായിരുന്നു ലിയോ മെസ്സിയുടെ പ്രതിഭ എന്താണെന്ന് ലോകമറിയാൻ. ഒരു ഗോളും അസിസ്റ്റുമായി മെസ്സി ഈ മത്സരത്തിൽ അരങ്ങേറ്റം കളറാക്കുമ്പോൾ ഗാലറിയിലെ VIP സ്റ്റാൻഡുകളിൽ ഒന്നിൽ സാക്ഷാൽ ഡീഗോ മറഡോണ ആവേശത്തോടെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. തന്റെ പിൻഗാമിയായി വാഴ്ത്തിയ റൊസാരിയോക്കാരൻ പയ്യനെ കുറിച്ച് അർജന്റീനയുടെ ഐക്കോണിക് 10ാം നമ്പറുകാരൻ പറഞ്ഞത് ലോകം ശ്രദ്ധയോടെയാണ് കേട്ടത്. മെസ്സി നന്നായി കളിക്കുന്നുവെന്നല്ല പറയേണ്ടത്, അവൻ വളരെ സ്പെഷ്യൽ ആണെന്ന് വേണം പറയാൻ. 8 വർഷങ്ങൾക്കിപ്പുറം 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് മെസ്സിയുടെ രണ്ടാമത്തെ ലോകകപ്പ് ഗോൾ പിറന്നത്. എന്നാൽ കോച്ച് മറഡോണയ്ക്കും അർജന്റീനൻ സൂപ്പർ താരം മെസ്സിക്കും ആ ലോകകപ്പ് ഒരു ദുരന്തമായാണ് മാറിയത്. ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയോട് 4-0 തോറ്റാണ് അർജന്റീന ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. ഇതോടെ 2014 ബ്രസീൽ ലോകകപ്പിൽ തിളങ്ങേണ്ടത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായി മാറി. അർജന്റീനയ്ക്ക് കാര്യമായി മുന്നേറാനായില്ലെങ്കിലും മെസ്സിയുടെ പ്രകടനം ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു. ലാപുൾഗയുടെ രണ്ടാം ഗോളിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ 2-1 വീഴ്ത്താൻ നീലപ്പടയ്ക്കായി. ഇറാനെതിരെ മെസ്സി ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിന് അവർ ജയിച്ചു കയറി എന്നതും ശ്രദ്ധേയമായ ഓർമ്മകളിലൊന്നായിരുന്നു. നൈജീരിയക്കെതിരായ മത്സരത്തിലും മെസ്സിയുടെ ബൂട്ടുകളിൽ നിന്ന് 2 തകർപ്പൻ ഗോളുകൾ പിറന്നു. ഇതിൽ രണ്ടാമത്തേതാകട്ടെ ഒരു വെടിച്ചില് ഫ്രീ കിക്ക് ഗോളായിരുന്നു. 2022 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിലായിരുന്നു മെസ്സി കരിയറിലെ 1000 പ്രൊഫഷണൽ മാച്ചുകൾ എന്ന നാഴികക്കല്ല് മറികടന്നത്. ആ മത്സരം 2-1 നീലപ്പട ജയിച്ചു കയറിയപ്പോൾ ആദ്യ ഗോളുമായി മെസ്സി തിളങ്ങി. 2012 ഈസ്റ്റ് റൂദർഫോർഡിൽ വെച്ച് നടന്ന ബ്രസീൽ അർജന്റീന സൗഹൃദ മത്സരം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഏറെ സുപ്രധാനമായിരുന്നു. 4-3 ചിരവൈരികളായ കാനറിപ്പടയെ അർജന്റീന തോൽപ്പിച്ചപ്പോൾ അതിൽ ഹാട്രിക്കുമായി മിന്നിത്തിളങ്ങിയത് മെസ്സി എന്ന മജീഷ്യനായിരുന്നു. മധ്യനിരയിൽ നിന്നും കാൽ കെട്ടിയ പന്തുമായി മുന്നോട്ട് നീങ്ങി മെസ്സി തൊടുത്ത തകർപ്പൻ ഷോട്ട് ബ്രസീലിന്റെ നെഞ്ചകം പൊള്ളിച്ച് ഗോൾ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. കിട്ടിയ 4 അവസരങ്ങളിൽ 3 ഗോളാക്കി മാറ്റിയ മെസ്സിയെ പോലുള്ള താരങ്ങളെ തടയാൻ എളുപ്പമില്ലെന്നായിരുന്നു അന്നത്തെ ബ്രസീലിയൻ കോച്ച് മാനോ മനീസസ് പറഞ്ഞത്. ലിയോ അർജന്റീനക്കാരനായത് ഞങ്ങളുടെ ഭാഗ്യമെന്നായിരുന്നു അർജന്റീൻ കോച്ച് അലക്സാൻഡ്രോ സബല്ലയുടെ മറുപടി. 2022 ഖത്തർ ലോകകപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്രൊയേഷ്യൻ ഡിഫൻഡർ ജോസ്കോ ഗാഡിയോൾ മെസ്സിയുടെ പ്രതിഭയ്ക്ക് മുന്നിൽ ചൂളിപ്പോകുന്ന ഒന്നിലേറെ അവസരങ്ങളുണ്ടായിരുന്നു. സെമി ഫൈനലിൽ മെസ്സിയെ പൂട്ടാൻ ഈ 20കാരൻ വിഷമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പെനാൽറ്റിയിലൂടെ മെസ്സി ഒരു ഗോൾ നേടിയിരുന്നു. പിച്ചിന്റെ വലതുവശത്ത് നിലയുറപ്പിച്ച ഗാഡിയോളിനെ വട്ടം ചുറ്റിച്ച് മെസ്സി മറിച്ചു നൽകിയ അസിസ്റ്റിൽ നിന്നും സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസ് നേടിയ രണ്ടാമത്തെ ഗോൾ ആരും മറന്നു കാണാൻ ഇടയില്ല. രാജ്യം തോറ്റുപോയെങ്കിലും മെസ്സിക്കെതിരെ കളിക്കാനായതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ജോസ്കോ ഗാഡിയോൾ മത്സരശേഷം പ്രതികരിച്ചത്. മെസ്സിയുടെ മഹത്വത്തിന് അടിവരയിടുന്ന പ്രകടനമാണ് അന്ന് കണ്ടതെന്ന് മുൻ ബാലൻഡിയോർ ജേതാവും ക്രൊയേഷ്യൻ ക്യാപ്റ്റനുമായ ലൂക്ക മോഡ്രിച്ചും തുറന്നു സമ്മതിച്ചു. ദി ബാറ്റിൽ ഓഫ് ലുസൈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അർജന്റീന ആരാധകരിൽ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് മെസ്സി നെതർലൻഡ് താരം വോട്ട് വെഗോസ്റ്റിനെതിരെ ദേഷ്യപ്പെടുന്ന ദൃശ്യമാണ്. നിശ്ചിത സമയത്തും എക്സ്ട്രാ സമയത്തും ഇരു ടീമുകളും 2-2 സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. മത്സരത്തിൽ വെഗോസ്റ്റ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ 73-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ മെസ്സിയും ഗോൾ കണ്ടെത്തി. ഷൂട്ടൌട്ടിലൂടെ 4-3 അർജന്റീന മത്സരം ജയിച്ചു കയറിയിരുന്നു. മത്സരശേഷം മെസ്സിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ വളരെ സ്വാഭാവികമായാണ് പ്രതികരിച്ചത്. ഗ്രൗണ്ടിൽ ഞാൻ അങ്ങനെയാണ്. വെഗോസ്റ്റുമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. മാച്ചിൽ പിരിമുറുക്കത്തിന്റെയും സംഘർഷത്തിന്റെയും നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നു.
എന്തായാലും ഈ സ്വഭാവം ഉപേക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നു. ഖത്തറിലെ ലുസൈലിൽ നടന്ന ലോകകപ്പിൽ ഞെട്ടിക്കുന്ന തോൽവിയാണ് മെസ്സിയുടെ നേതൃത്വത്തിലുള്ള നീലപ്പട വഴങ്ങിയത്. മെസ്സിയുടെ പെനാൽറ്റിയിലൂടെ അർജന്റീന ആദ്യം ലീഡെടുത്തെങ്കിലും സൗദി അറേബ്യയോട് 2-1 തോൽക്കാനായിരുന്നു വിധി. ഇതോടെ മെക്സിക്കോയുമായുള്ള രണ്ടാം മത്സരത്തിന് മുൻപ് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു അവർ. മെക്സിക്കോ കണ്ടത് പുതിയൊരു അർജന്റീനയായിരുന്നു. 64-ാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയുടെ അസിസ്റ്റിൽ നിന്ന് 25 യാർഡ് അകലിൽ നിന്നും മെസ്സി തൊടുത്ത ഷോട്ട് എതിർ ഗോൾ വല കുലുക്കി. തന്റെ ടീമിന് ഇനി അങ്ങോട്ടേക്ക് പുതിയൊരു ലോകകപ്പ് അധ്യായം ആരംഭിക്കുകയാണ് എന്നായിരുന്നു മത്സരശേഷം മെസ്സി പ്രതികരിച്ചത്. അർജന്റീനയ്ക്കൊപ്പം തുടർച്ചയായി 3 ഫൈനലുകളിൽ തോറ്റുപോയതിന്റെ ആഘാതത്തിൽ മെസ്സി 2016-ൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ആരാധകർക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത തീരുമാനമായിരുന്നു ഇത്. അന്നത്തെ അർജന്റീന പ്രസിഡന്റായിരുന്ന മൗറിഷ്യോ മാക്രിയുടെയും ലോകമെമ്പാടുമുള്ള ആരാധകരുടെയും അഭ്യർത്ഥന മാനിച്ച് ലയണൽ മെസ്സി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായി ടീമിൽ തിരിച്ചെത്തി. 2017 ഒക്ടോബർ 10-ന് ഇക്വഡോറിനെതിരെ ജയിക്കേണ്ട മത്സരത്തിൽ അർജന്റീന തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങിയതോടെ അവർക്ക് 2018 റഷ്യൻ ലോകകപ്പ് യോഗ്യത പോലും നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ തിരിച്ചുവരവിൽ സെൻസേഷണൽ ഹാട്രിക്കുമായി തിളങ്ങിയ മെസ്സി ഒറ്റയ്ക്ക് നീലപ്പടയ്ക്ക് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്തു. 2021-ൽ ബ്രസീലിൽ നടന്ന കോപ്പ അമേരിക്ക ഫൈനലിൽ മെസ്സി തിളങ്ങിയില്ലെങ്കിലും അതൊന്നും ആരാധകർക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും ദൂരം പോലും എത്താൻ കഴിയുമായിരുന്നില്ല. ഏഞ്ചൽ ഡി മരിയയുടെ ഗോളിൽ അർജന്റീന ഫൈനലിൽ ജയിച്ചു കയറി. 28 വർഷത്തിനിപ്പുറം അർജന്റീന വീണ്ടും കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. മാരക്കാനയിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീന നായകൻ മെസ്സി വികാരഭരിതനായി കണ്ണീരോടെ മുട്ടുകുത്തിയിരുന്നു. അപ്പോഴെല്ലാം അയാളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണത് ആനന്ദ കണ്ണീരായിരുന്നു. അർജന്റീനയ്ക്കൊപ്പം ഒരു ട്രോഫി നേടുന്നതിന്റെ റിയൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആ ടൂർണമെന്റിൽ 5 ഗോളുകളും 9 അസിസ്റ്റുകളുമായി മെസ്സി ടൂർണമെന്റിലെ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും നേടിയിരുന്നു. കോപ്പ കിരീടദാനത്തിന് ശേഷം മെസ്സി പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: പലതവണ നിഷേധിക്കപ്പെട്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ വലിയ മനസ്സമാധാനം തോന്നുന്നു. അതൊരു സ്വപ്നം പോലെയായിരുന്നു. അതിശയകരമായ ഒരു നിമിഷം. അർജന്റീന ജേതാക്കളായെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തേക്കാൾ ആ ചിത്രങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് എനിക്കേറെ ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മായിക ലോകത്തായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. കളിച്ച എല്ലാ നോക്കൌട്ട് മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദി മാച്ച്. കരിയറിലെ ആദ്യ ലോക കിരീടം ലിയോ മെസ്സി മാറോടണയ്ക്കുമ്പോൾ അതിലും മികച്ചൊരു അനുഭൂതി മറ്റെന്താണ് ഉണ്ടാവേണ്ടത്. ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ അർജന്റീന നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും 3-3 സമനില പാലിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം നീണ്ടു. ഗോൺസാലോ മോണ്ടിയിൽ നിർണായകമായ സ്പോട്ട് കിക്ക് ഫ്രാൻസിന്റെ വലയിൽ എത്തിച്ചതോടെ അർജന്റീന ദശാബ്ദങ്ങൾക്കിപ്പുറം വീണ്ടും ലോക ജേതാക്കളായി മാറി. ഫൈനലിൽ നേടിയ ഇരട്ട ഗോളുകൾ ഉൾപ്പെടെ ലോകകപ്പിൽ മെസ്സിയുടെ മൊത്തം ഗോൾ സംഭാവനകളുടെ എണ്ണം 21 ആയിരുന്നു. ബ്രസീൽ ഇതിഹാസം പെലെയേക്കാൾ ഒരു പടി മുകളിലായിരുന്നു ഇത്. ലോകകപ്പിൽ ഗോൾഡൻ ബോൾ 2 തവണ നേടിയ ചരിത്രത്തിലെ ഏക ഫുട്ബോളറായും മെസ്സി മാറി. മുൻ ഇംഗ്ലീഷ് ഇതിഹാസ താരം ഗാരി ലിനേക്കർ അന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഏകദേശം 2 പതിറ്റാണ്ടുകളായി ലയണൽ മെസ്സിയുടെ കളി കാണാനാകുന്നത് ഒരു സൗഭാഗ്യമാണ്. ഓരോ നിമിഷവും മനമയക്കുന്ന, വീർപ്പുമുട്ടിക്കുന്ന ആനന്ദകരമായ ഫുട്ബോൾ ദൈവങ്ങളിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് മെസ്സി.